ഇപ്പോൾ ഇവിടെ SLC പരീക്ഷയാണ്. ഇപ്പോൾ SLC പരീക്ഷ ഇപ്പോൾ ഉണ്ടോ? SLC ഇല്ലേ? എല്ലാത്തിനും 10A+ വേണം. എല്ലാത്തിനും 10A+. ഉമ്മമാര് മക്കളോട് പറയുകയാ, 10A+ ഇല്ലെങ്കിൽ വീട്ടിൽ കയറ്റൂല, തൂങ്ങുവാ മക്കള്. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാക്കുമാറാകട്ടെ. എല്ലാ മാതാപിതാക്കൾക്കും 10 വേണം. എവിടെ കിടക്കുന്നെന്നറിയത്തില്ല ഇത്ര A+. എല്ലാത്തിനും. 6ാം ക്ലാസ്സും ഗുസ്തിയായിരുന്നു ഉമ്മയ്ക്ക് 10A+. 120 മാർക്ക് വാങ്ങാൻ പെട്ട പാടെന്താന്ന് വാപ്പായ്ക്ക് അറിയത്തുള്ളൂ. ആ വാപ്പായ ഇപ്പം മക്കളെ പീഡിപ്പിക്കുന്നത് A+ വേണം, A+. ഇവിടെ വേണ്ടാന്ന് ഞാൻ പറയണില്ല ചങ്ങാതി, മക്കളെ കൊല്ലാതിരുന്നാ പോരെ. മോനെ പഠിക്ക്, A+ വാങ്ങ്, അൽഹംദുലില്ലാ ഞാൻ ദുആ ചെയ്യാം എന്നല്ല പറയുന്നത്. നിർബന്ധമായും മേടിക്കണം, ഇല്ലെങ്കിൽ ഇവിടെ കേറ്റൂല. റിസൾട്ട് വരുമ്പോൾ കുറെ കൂടെ തൂങ്ങും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. മക്കൾ പഠിച്ചു കാണാനുള്ള കൊതി കൊണ്ടൊന്നും അല്ല കേട്ടോ. അധികം പെണ്ണുങ്ങൾക്കും ആഗ്രഹം മക്കള് A+ വാങ്ങിച്ച് വലിയ ഉന്നത സ്ഥാനങ്ങളിൽ എത്തണം, കൊതി കൊണ്ടൊന്നുമല്ല. അപ്പുറത്തെ വീട്ടിലെ പെണ്ണിന്റെ മോളുടെ ഫോട്ടോ പോസ്റ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ മോളിലെയും വെക്കണം, അത്രയേ ഉള്ളൂ. A+ വാങ്ങുന്ന കുട്ടികളുടെയൊക്കെ ഫോട്ടോ ഒക്കെ എല്ലാത്തിൻ്റെയും ഇങ്ങനെ വെക്കാറുണ്ട്. വെച്ചവരൊക്കെ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. വെച്ചവരൊക്കെ. ഞാൻ ഏർവാടിയിൽ പോയപ്പോൾ ഒരു കുട്ടിയെ കണ്ടു, ഒരു ഉസ്താദിൻ്റെ മകളാ, 10ാം ക്ലാസ്സിൽ A+ വാങ്ങിച്ച കുട്ടിയാ. ആ മക്കാമിൽ കടന്നുകൊണ്ട് കാണിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നിടും. എത്ര പറഞ്ഞാലും മനസ്സിലാവൂല ചില ആൾക്കാർക്ക്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇപ്പം എല്ലാം സ്റ്റാറ്റസ്, എന്താ പറയുക, പ്രൊഫൈൽ. മൊബൈൽ എടുത്ത് നോക്കിയാൽ മൊബൈൽ തുറന്ന ഉടനെ ഭാര്യയുടെ ഫോട്ടോ, മക്കളുടെ ഫോട്ടോ, എല്ലാത്തിൻ്റെ മൊബൈലിലും. ഞാൻ ഈ അടുത്ത് നിസ്കരിക്കാൻ വേണ്ടി പോയി നിന്നപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ചങ്ങാതിയുടെ ഫോൺ അടിക്കുന്നുണ്ട്. തലയെ പോലും തുണിയിടാതെ പെണ്ണും പിള്ള നിൽക്കുന്ന ഫോട്ടോ നിസ്കരിക്കുമ്പോൾ. ഒന്ന് ആലോചിക്കേ, എന്താടാ ചങ്ങാതി നിന്റെ ഫോട്ടോ വെക്കാത്തെ? നിങ്ങളുടെ ഫോട്ടോ വെക്കാത്ത എന്താ? അൽഐനു ഹഖ്കുൻ, കണ്ണീർ സത്യമല്ലേ? നബിതങ്ങൾ പറഞ്ഞില്ലേ, നീ കണ്ണാടിയിൽ നോക്കിയിട്ട് നീ പോലും പറയരുത് നിനക്ക് ഗ്ലാമർ ഉണ്ടെന്ന്. കണ്ണാടിയുടെ മുമ്പിൽ പോയി നോക്കിയിട്ട് എന്താ അല്ലാ ഗ്ലാമറൊക്കെ ആയോ പടച്ചോൻ, എനിക്ക് സൗന്ദര്യം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറയരുത്. കാരണം എന്തേ? നിന്റെ നാവ് എങ്ങനത്തതാണെന്ന് നിനക്കറിയില്ലല്ലോ. ഇപ്പൊ ഉദാഹരണം ചോദിച്ചാൽ, ചില വീടിന്റെ മുമ്പിൽ മനോഹരമായ ഒരു വാഴക്കുല നിൽക്കുന്നു. ഒരു വാഴക്കുല നിൽക്കുന്നുണ്ട് നല്ലതുപോലെ കിളിച്ച്. അപ്പോഴാ ഒരു ഉമ്മാമ റോഡിൽ കൂടെ നടന്നു പോകുന്നത്. എന്തൊരു കൊലയാ അല്ലാ ഇത്, അല്ലേ? എന്നാ വഴയാ, എന്നാ പഴവാ. പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇപ്പൊ വാഴ ഉണ്ടോന്ന് പോയി നോക്കിക്കേ. അള്ളാഹു കാക്കുമാറാകട്ടെ. അങ്ങനെ ഒരു വാഴ നിന്നതിൻ്റെ അടയാളം പോലും ഇല്ലടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സഹാബി കമീസ് ഊരുകയാണ്. ഒരു സഹാബി തൻ്റെ കമീസ് ഇങ്ങനെ ഊരുമ്പോൾ ബോഡി കണ്ടിട്ട് ഒരു സഹാബി, ഒരു ചങ്ങാതി പുറകെ നിന്നുകൊണ്ട് പറഞ്ഞു, എന്തൊരു ശരീരവാ, എന്നാ ശരീരവാ. ഒറ്റ പറച്ചേ പറഞ്ഞുള്ളൂ, ചക്ക വെട്ടിയിട്ടതുപോലെ താഴെ വീണു പാവം. പൊക്കിയെടുത്തുകൊണ്ട് നബിതങ്ങളുടെ മുമ്പിലേക്ക് പോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉളുവെടുത്ത വെള്ളം മുഖത്ത് കുടഞ്ഞു, കുടിക്കാൻ കൊടുത്തു. എന്നിട്ടാ നബിതങ്ങൾ പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണീർ ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ ഖബറിലെത്തിക്കും. ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ ഖബറിലെത്തിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചോ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് സദക്ക കൊടുക്ക്. സദക്ക കൊടുത്താൽ അള്ളാഹു ദുർമരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മംഗലം കഴിക്കാത്ത ബാലക്കാരൊക്കെ ഒന്ന് കൈവക്കിക്കേ. എന്തോ നിങ്ങളൊക്കെ കെട്ടിയ കെട്ടിയവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അതാ ആഹാ അൽഹംദുലില്ലാ. എങ്ങനുണ്ട് ജീവിതമൊക്കെ? എങ്ങനുണ്ട് ജീവിതമൊക്കെ? ഇങ്ങോട്ട് നോക്കിക്കേ. ചിരിയും കളിയൊക്കെ ഉണ്ട്, ചിരിയും കളിയൊക്കെ ഉണ്ട്. നല്ല നല്ല ഡ്രസ്സ്, കഴിക്കാൻ ഭക്ഷണം, മൊബൈല്, വാച്ച്, കാറ്, വീട് എല്ലാം ഉണ്ട്. നാട്ടുകാരുടെ മുമ്പിൽ വലിയ ആളാ, വീട്ടിൽ പോയുള്ള അവസ്ഥ എന്താ? അള്ളാഹു ആയാലും പറഞ്ഞ കാക്ക് പറയാം. നാട്ടുകാരുടെ മുമ്പിൽ വലിയ ആളാ. എന്താ ഷാഫി നീ വന്ന് കേൾക്കണില്ലേ? എല്ലാരും നാട്ടുകാരുടെ മുമ്പിൽ വലിയ ആളാ, വീട്ടിൽ പോയാൽ പൂച്ചക്കുട്ടിയെ പോലെ ഒന്നുമില്ല, വല്ലതും കഴിക്കും കിടക്കും, കിട്ടില്ല. അള്ളാഹു നമുക്കൊക്കെ ഈമാനുള്ള നല്ല ജീവിതം അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നിനക്ക് സ്വാലിഹത്തായ ഒരു ഭാര്യയെ വേണോ?
ഈ കൈപൊക്കിയ ഭർത്താക്കന്മാരോട് ചോദിക്കുക, നിന്റെ ഭാര്യ നന്നാകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? നിന്റെ ഭാര്യ നന്നായി അള്ളാഹുവിനെ ഭയമുള്ള ഒരു പെണ്ണാകണമെന്നും നിനക്ക് സന്തോഷമുള്ള ഒരു ജീവിതം കിട്ടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? എൻ്റെ പെങ്ങന്മാരോട്, സ്വർണമുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട് പെങ്ങളെ, പക്ഷെ സമാധാനമില്ല, ഭർത്താവ് മാത്രം പോരാ. അധികം പെണ്ണുങ്ങളും പറയുന്നത് ഭർത്താവിൻ്റെ പോരായ്മകളാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കേ, ഭാര്യ നന്നാകണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാർ, ഭർത്താവ് നന്നാകണമെന്ന് ആഗ്രഹമുള്ള ഭാര്യമാർ, ഒരു സ്വാലിഹത്തായ ഭാര്യയെ കിട്ടണമെന്ന് ആഗ്രഹമുള്ള ചെറുപ്പക്കാർ, അള്ളാഹുവിനെ പേടിയുള്ള ഒരുത്തനെ ഭർത്താവായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളെ, ഇനി നോക്കിക്കേ, ജോലി വേണം, ജോലി വേണം, ജോലി വേണം. എല്ലാവർക്കും ജോലി വേണം. ജോലി കിട്ടാനുള്ള എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ, ഒരു സന്തോഷമുള്ള ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു നന്മ പഠിപ്പിച്ചു തരാം. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിന് പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രവാചകനാ. മൂസാ നബിക്ക് പെട്ടെന്നതാ വല്ലാത്ത ആരോഗ്യവാ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വല്ലാത്ത ആരോഗ്യം. അസ്റായിലിന്റെ കണ്ണടിച്ചു പൊട്ടിച്ച ചങ്ങാതിയ. അള്ളാഹു കാക്കുമാറാകട്ടെ. ആരുടെ കണ്ണടിച്ചു പൊട്ടിച്ച്? ആരുടെ? അപ്പൊ ആലോചിക്ക് ആരാന്ന്? അസ്റായിൽ എന്ന് പറയുന്നത്, ഞാൻ ചുമ്മാ പറഞ്ഞില്ല, സഹീഹുൽ ബുഖാരിയിലെ മുസ്ലിം കണ്ട ഹദീസുണ്ട്. എനിക്കുള്ള സഹീഹുൽ ബുഖാരിയിലോ മുസ്ലിമിലോ ഈ ഹദീസ് ഉണ്ട്. അസ്റായിലിന്റെ കണ്ണടിച്ചു പൊട്ടിച്ചതാണ്. കരഞ്ഞു, അള്ളാഹിനോട് പോയി പരാതി പറഞ്ഞു, പടച്ചോനെ ചങ്ങാതി എന്റെ കണ്ണടിച്ചു പൊട്ടിച്ചെന്ന്. മൂസാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാളെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോ സഹി കിട്ടില്ല, ഒരെണ്ണം കൊടുത്തു, ഒരൊറ്റ അടി അടിച്ചുള്ളൂ, താഴെ വീണ് മരിച്ചുപോയ മനുഷ്യൻ. മൂസാ നബി അലൈഹിസ്സലാം ഒരാളെ ഒരു അടി കൊടുത്തപ്പോ ആ മനുഷ്യൻ പെട്ടെന്ന് വീണ് മരിച്ചുപോയി. മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ നിൽക്കുമ്പോ ഒരു ചങ്ങാതി ഓടി വന്നിട്ട് പറഞ്ഞു, മൂസാ, ഫിറഔനിന്റെ പോലീസുകാർ നിന്നെ പിടിക്കാൻ വരുന്നുണ്ട്, നീയാണ് കൊലപാതകം ചെയ്തത് എന്ന് അറിഞ്ഞു കഴിഞ്ഞു, രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോളാൻ. മൂസാ നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു? ഇട്ടിരിക്കുന്ന ഡ്രസ്സോടുകൂടി മദിയൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് നാട് കടന്നു. മദിയൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് നാട് കടന്നുപോയി. അങ്ങനെ നാട് വിട്ട് ഒരുപാട് ദിവസം യാത്ര ചെയ്ത് പ്രയാസങ്ങൾ അനുഭവിച്ച് മൂസാ നബി അലൈഹിസ്സലാം മദിയൻ എന്ന് പറയുന്ന രാജ്യത്ത് ചെല്ലുമ്പോ കാണുന്ന രംഗം എന്താ? കുറേ ആണുങ്ങൾ ഇങ്ങനെ നിന്നിട്ട് വെള്ളം കോരുന്നുണ്ട്. കുറേ ആണുങ്ങൾ ഇങ്ങനെ നിന്ന് വെള്ളം കോരുന്നു. രണ്ട് ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ മാറി നിൽക്കുന്നു. അപ്പൊ ഇത് കണ്ടപ്പോ മൂസാ നബിക്ക് ഒരു അത്ഭുതം. മൂസാ നബി ഈ പെൺകുട്ടികളോട് ചോദിച്ചു, കുട്ടികളെ, നിങ്ങൾ എന്തേ വെള്ളം കോരാൻ പോകുന്നില്ലേ? ആ പെൺകുട്ടികൾ പറഞ്ഞ മറുപടി, ഞങ്ങൾക്ക് ആണുങ്ങളുടെ ഇടയിൽ കയറാൻ ഞങ്ങൾക്ക് നാണവാ, അതുകൊണ്ടാണ് ഞങ്ങൾ മാറി നിൽക്കുന്നേ എന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നത്തെ കുട്ടികളാ പറഞ്ഞേ? മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പെണ്ണ് പറയുകയാ, ഞങ്ങൾക്ക് ആണുങ്ങളുടെ ഇടയിൽ കയറാൻ നാണമായത് കൊണ്ട് ഞങ്ങൾ മാറി നിൽക്കാൻ ലജ്ജയുണ്ടെന്ന്. ഇന്നത്തെ പെണ്ണുങ്ങളുടെ കാര്യം പറയുന്നില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. അല്ലേ? കാരണം മംഗലാപുരത്തൊക്കെ മാളുകളിൽ പോയാൽ മതി, അവസ്ഥ എന്താണെന്നറിയാം. അള്ളാഹു കാക്കുമാറാകട്ടെ. ഒരു മരത്തിന്റെ ചുവട് കിട്ടി അവിടെ ഇരിക്കും. സുബ്ഹാനല്ലാഹ്. അല്ലേ? ഒരു മരത്തിന്റെ ചുവട് കിട്ടിയാൽ മതി, അവിടെ ഇരിക്കും. പടച്ചവനെ 2 മണിക്കും 3 മണിക്കും ടൗണിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇന്നലെയും വഴുത് കഴിഞ്ഞു പോകുമ്പോൾ ഞാൻ ഇവരൊക്കെ എവിടെ പോയിട്ട് വരുന്നതെന്ന് അറിയില്ല. അള്ളാഹു ആലം. പടച്ചോ ഈമാൻ നൽകുമാറാകട്ടെ. പണ്ട് ഉസ്താദന്മാരെ കാണുമ്പോൾ പെൺകുട്ടികൾ തലയിൽ തുണിയിടും. ഇടൂലേ? പണ്ടത്തെ പെണ്ണുങ്ങൾ ഉസ്താദിനെ കാണുമ്പോൾ എന്ത് ചെയ്യും? താഴെ കിടക്കുന്ന തുണി എടുത്ത് തലയിലിടും. ബാങ്ക് വിളിക്കുമ്പോഴും തലയിൽ തുണിയിടും. ബാങ്ക് വിളിച്ചു കഴിയുമ്പോൾ ഊരി താഴെയിടും. ഉസ്താദന്മാരെ കാണുമ്പോൾ പെണ്ണുങ്ങളെ തലയിൽ തുണിയിടും. ഇപ്പോൾ ഉള്ളത് കൂടെ ഊരിക്കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉസ്താദിനെ കണ്ട മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങളൊന്നുമില്ലേ? ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രായമുള്ള ഞങ്ങളുടെ വാപ്പ മാത്രമേ ഉള്ളൂ, വേറെ ആണുങ്ങൾ ആരുമില്ല. അപ്പൊ മൂസാ നബി ചോദിച്ചു, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ? നിങ്ങളെ വെള്ളം കോരാൻ ഞാൻ സഹായിക്കട്ടെ? ഓക്കെ. 2 പെൺകുട്ടികൾ സമ്മതിച്ചു. മൂസാ നബി അലൈഹിസ്സലാം അവർക്ക് വെള്ളം കോരാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു, വെള്ളം കോരി കൊടുത്തു. ഈ പെൺകുട്ടികൾ പോയി. മൂസാ നബി അലൈഹിസ്സലാം ഒരു മരത്തിന്റെ ചുവട്ടിൽ കയറിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ, എനിക്ക് ഈ നീ അല്ലാതെ ആരും ഇല്ലല്ലാ,
ഞാൻ നാടുവിട്ട് വന്നതാ, എനിക്കാരുമില്ല പടച്ചവനെ. മൂസാ നബി ദുആ ചെയ്തു, അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ 2 പെൺകുട്ടികൾ വന്നു. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു നിങ്ങളെ. ചെറുപ്പക്കാരാ, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു നിന്നെ, നിങ്ങൾക്ക് പ്രതിഫലം തരാൻ. ഞങ്ങളെ സഹായിച്ചില്ലേ, പ്രതിഫലം തരാൻ വേണ്ടി ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മുമ്പിൽ നടക്ക്, ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാം. എന്താ പറഞ്ഞേ? മുമ്പിൽ നടക്ക്, ഞങ്ങൾ പെൺകുട്ടികൾ പുറകിൽ നിന്നു. മൂസാ നബി മുമ്പിൽ നടന്നു, വഴി പറഞ്ഞു കൊടുത്തു. സത്യത്തിൽ വഴി പറഞ്ഞു കൊടുക്കേണ്ടത് മുമ്പിൽ നിന്നല്ലേ, അല്ലേ? ഞാൻ എവിടാന്ന് ഓർമ്മയില്ല, എവിടാന്ന് തോന്നുന്നു. എവിടോ വയലിന് വന്നപ്പോ ചോറുണ്ണാൻ പോകുന്ന വീട്ടിലേക്ക് 2 ചെറുപ്പക്കാർ ബൈക്കുമായിട്ട് വന്ന് എന്നെ കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന്മാരെ തെരഞ്ഞു പോണ്ട വന്നു. അല്ലാഹു കാക്കുമാറാകട്ടെ. അവരങ്ങ് പോയി, അവരെങ്ങോട്ടോ പോയി, അവന്മാരെ പിന്നെ തിരയേണ്ട വന്നു. ഈ പെൺകുട്ടികൾ എന്തു പറഞ്ഞു? ഞങ്ങൾ പുറകിൽ നടക്കാം. മൂസാ നബി മുമ്പിൽ നടന്നു. നടന്ന് ആ പെൺകുട്ടികളുടെ വീട്ടിൽ ചെന്നു നോക്കുമ്പോൾ പ്രായമുള്ള ഒരു മനുഷ്യൻ. ആരായിരുന്നെന്നറിയോ? മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം. ആരായിരുന്നു? ശുഐബ് നബി. ശുഐബ് നബിയുടെ മക്കളായിരുന്നു ഈ 2 പെൺകുട്ടികൾ. മൂസാ നബി അലൈഹിസ്സലാം നടന്ന സംഭവം മുഴുവനും പറഞ്ഞു കൊടുത്തു. അപ്പൊ ശുഐബ് നബി ചോദിച്ചു, ഒറ്റയ്ക്കാണ്, ചെറുപ്പക്കാരനാ, കല്യാണം കഴിച്ചിട്ടില്ല, ജോലിയില്ല, ആരുമില്ല, ഇല്ലേ? എന്നാ എൻ്റെ മൂത്ത മോളെ ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തരാം. എന്താ പറഞ്ഞേ? എൻ്റെ മൂത്ത മകൾ ഒരു പ്രവാചകന്റെ മകളാ. ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ മൂത്ത മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. ജോലിയില്ല, ഇല്ലേ? 10-11 വർഷം ജോലിയും കൊടുത്തു. ഒരു സ്വാലിഹത്തായ ഭാര്യയെ കിട്ടി, 11 കൊല്ലം ജോലിയും കിട്ടി. എന്ത് ചെയ്തപ്പോ? ഇത്തിരി വെള്ളം കോരി കൊടുത്തപ്പോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് കോരി കൊടുത്തപ്പോ? ഇത്തിരി വെള്ളം കോരി കൊടുത്തപ്പോ അല്ല കൊടുത്ത പ്രതിഫലം ഞാൻ പറഞ്ഞതല്ല, ഖുർആനിനകത്തുണ്ട് ഈ ചരിത്രം. അള്ളാഹു പറയുകയാ, മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു സ്വാലിഹത്തായ ശുഐബ് നബിയുടെ മകളെയും കൊടുത്തു, 10-11 വർഷം ജോലിയും കൊടുത്തു. എന്ത് ചെയ്തപ്പോ? ഒരു വെള്ളം കോരാനുള്ള സദക്ക ചെയ്തപ്പോ, വെള്ളം കോരാനുള്ള സഹായം ചെയ്തു കൊടുത്തപ്പോ.